ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. എൻ്റെ അവസ്ഥയ്ക്ക് കാരണം നിങ്ങളാണ്, നിങ്ങൾക്കിപ്പോൾ സന്തോഷമായി കാണുമല്ലോ എന്നൊക്കെ ദേഷ്യത്തോടെ പറയുകയാണ് സ്നേഹ. ഇതൊന്നും കണ്ടു നിൽക്കാനാകാതെ നന്ദൻ അകത്തേക്ക് പോകുമ്പോൾ ഇനിയെന്താ എൻ്റെ ശവം കണ്ടാലേ നിങ്ങൾ അടങ്ങുകയുള്ളൂ എന്ന് സ്നേഹ ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന അർച്ചന ദേഷ്യത്തോടെ സ്നേഹയുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുമ്പോൾ എന്നാൽ നിങ്ങളെന്നെ കൊന്നു കളഞ്ഞേക്കാൻ സ്നേഹ പറയുന്നു. ഇത് കേൾക്കുന്ന പറയുകയാണ്, ഒരുപക്ഷെ ഇവളെ ഇങ്ങനൊരവസ്ഥയിൽ കണ്ടിട്ടാകാം ധനുഷിനെ ജാമ്യത്തിലിറക്കാൻ വേണ്ടി നന്ദേട്ടൻ പോയത്. താൻ വാ, ഇപ്പോൾ ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലെന്ന് പറഞ്ഞ് സച്ചി അവിടുന്ന് പോകുമ്പോൾ അർച്ചനയും അനഘയും ചേർന്ന് സ്നേഹയെ മുറിയിലേക്ക് കിടത്തുകയാണ്. വിഷമത്തോടെ സ്നേഹയെ നോക്കിയതിനു ശേഷം അർച്ചന മുറിയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ആതിരയും സന്ദീപിനെയുമാണ്. കുഞ്ഞിന് ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് രാത്രി ഓരോ മണിക്കൂർ ഇടവിട്ട് മരുന്ന് കൊടുക്കണമെന്നാ ഡോക്ടർ പറഞ്ഞത്. അതിനെന്താ, നമുക്ക് കൊടുക്കാമല്ലോ എന്ന് ആതിര പറയുമ്പോൾ അത് അങ്ങനെയൊന്നും പറ്റില്ലെന്നും പരിചയമുള്ളവർ വേണം കൊടുക്കാനെന്നും അതുകൊണ്ട് ഞാൻ മീരേട്ടത്തിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നും സന്ദീപ് പറയുന്നു. അത് വേണ്ടായിരുന്നു സന്ദീപെ, എന്തിനാ ഏട്ടത്തിയെ ബുദ്ധിമുട്ടിക്കുന്നത്? എടോ, ഏട്ടത്തിയാകുമ്പോൾ അതിൻ്റെ കണക്കിന് വേണ്ടതുപോലെ എല്ലാം കൊടുത്തോളും. നമുക്കതൊന്നും കൊടുത്ത് പരിചയമില്ലല്ലോ. ഏട്ടത്തിക്കതൊരു പ്രശ്നവുമല്ല. താനെന്താണെങ്കിലും വിഷമിക്കണ്ട, അർച്ചനേട്ടത്തിൻ്റെ കയ്യിലല്ലല്ലോ കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ സന്ദീപ് പറയുമ്പോൾ അർച്ചന പറയുകയാണ്, അല്ലെങ്കിലും അച്ചുചേച്ചിയെടുത്ത് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് എൻ്റെ അടുത്ത് തന്നെ തരുന്നതല്ലേ. അതേസമയം മീര അങ്ങോട്ടേക്ക് വരികയാണ്. അതെ, ഞാൻ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടിയാണ് വന്നതെന്ന് മീര പറയുന്നു. അല്ല സന്ദീപ്, ഈ മുറിയിൽ തന്നെയാണോ കിടക്കുന്നത്? പണ്ടുള്ളവരൊന്നും പ്രസവം കഴിഞ്ഞാലേ ഭർത്താവിനെ ഭാര്യയോടൊപ്പം കിടത്താറില്ലായിരുന്നു. അതൊക്കെ പണ്ടത്തെ കാലത്തല്ലേ അമ്മയെന്ന് ആവണി പറയുന്നു. തുടർന്ന് മീര പറയുകയാണ്, എന്നാലേ നിങ്ങൾ കിടന്നോ, ഞാൻ കുഞ്ഞിനെ കൊണ്ട് പോവുകയാ എന്ന് പറഞ്ഞുകൊണ്ട് മീര കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് ആതിര. അങ്ങനെ മീര കുഞ്ഞിനെ കൊണ്ട് നേരെ അർച്ചനയുടെ മുറിയിലേക്ക് പോകുന്നു. അർച്ചനയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തിട്ട് മീര തൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സന്ദീപിനെയും ആതിരയുമാണ്. കുഞ്ഞിൻ്റെ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. അതേസമയം കുഞ്ഞ് കരയുകയാണ്. അർച്ചന സച്ചിയെ തട്ടി വിളിക്കുമ്പോൾ സച്ചിയും അർച്ചനയും കൂടി കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തികയാണ്. അവന്തിക അണിഞ്ഞൊരുങ്ങി നന്ദൻ്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. നന്ദേട്ടൻ ഇവിടെ ഒരു സുന്ദരി നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചുറ്റും നോക്കിയിട്ട് നന്ദൻ പറയുകയാണ്, നിന്നെ അല്ലാതെ ഞാനാരെയും കാണുന്നില്ലല്ലോ, അതിന് ആരാ ഇവിടെ വന്നത്? നന്ദേട്ടൻ എന്താ എന്നെ കാണുന്നില്ലേ, എന്നെ കളിയാക്കുകയാണോ എന്നൊക്കെ അവന്തിക ചോദിക്കുമ്പോൾ എന്താ അവന്തികയെ നിന്റെ ഉദ്ദേശമെന്ന് നന്ദൻ ചോദിക്കുന്നു. നന്ദേട്ടൻ ഈടെയായിട്ട് എന്നെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. ഞാനും ഈ ജീവിതം ഇങ്ങനെ ജീവിച്ച് മടുത്തു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാനും ഒരു സ്ത്രീ തന്നെയല്ലേ. നമ്മൾ തമ്മിലുള്ള മറ്റു പല കാര്യങ്ങളും ഞാനിവിടെ തന്നെ മറക്കുകയാണ്. നല്ല പ്രായത്തിൽ തന്നെ നമുക്ക് നല്ലതുപോലെ ജീവിക്കാം. നന്ദേട്ടൻ്റെയും അവന്തികയുടെയും ദാമ്പത്യം ഒരിക്കലും ഒരു പരാജയമാകാൻ പാടില്ല. ഇത് നമുക്ക് വേണ്ടി ഈശ്വരൻ തീരുമാനിച്ച രാത്രിയാണ്, നമ്മുടെ ആദ്യ രാത്രി. അത്രയും പറഞ്ഞുകൊണ്ട് നന്ദനെ പിന്നിൽ നിന്നും കെട്ടിപ്പിടിക്കുകയാണ് അവന്തിക. എത്ര നാളായി ഞാൻ നന്ദേട്ടനെ ഇങ്ങനെയൊന്ന് ചേർത്ത് പിടിച്ചിട്ട്. അന്ന് നന്ദേട്ടൻ തിരിച്ചു വന്ന ദിവസം എൻ്റെ അനുവാദമില്ലാതെയായിരുന്നു. പക്ഷേ ഇപ്പോൾ നന്ദേട്ടന് എല്ലാ അനുവാദവും ഞാൻ തന്നിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന നന്ദൻ അവന്തികയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്, നീ പറഞ്ഞതുപോലെ ഞാനും പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പലപ്പോഴും നീ സ്വയം മാറി എൻ്റെ അടുത്തേക്ക് വരുന്നതൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ നടക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. നീയും ഞാനും നമ്മുടെ കുഞ്ഞുങ്ങളും മാത്രം മതി അല്ലേ അവന്തിക നമുക്ക്? അതേ നന്ദേട്ടാ എന്ന് അവന്തിക പറയുമ്പോൾ നന്ദൻ പറയുകയാണ്, അങ്ങനെയൊക്കെ ആകണമെങ്കിലേ നീയേ അവന്തികയല്ലാതാവണം. നീ ഉദ്ദേശിക്കുന്ന ഭർത്താവാകാനേ നീ 7 ജന്മം കാത്തിരുന്നാലും നന്ദനെ കിട്ടില്ലെന്ന് ദേഷ്യത്തോടെ പറയുകയാണ് നന്ദൻ. ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ നന്ദനെ നോക്കുന്നു. നീയേ ഏതറ്റം വരെ പോകുമെന്നറിയാൻ വേണ്ടിയാ ഞാൻ ഇത്രയും നേരം മിണ്ടാതിരുന്നത്. ഇനിമേലാൽ ഇമാതിരി പരിപാടിയുമായി എൻ്റെ അടുത്തേക്ക് വരരുതെന്ന് ദേഷ്യത്തോടെ പറയുകയാണ് നന്ദൻ. നന്ദേട്ടന് നല്ലൊരു കുടുംബജീവിതം വേണമെന്ന് ആഗ്രഹമില്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പം ഉണ്ടെന്നും, പക്ഷെ അത് നിന്റെ കൂടെ അല്ലെന്നും നന്ദൻ പറയുന്നു. നീ ഇപ്പോൾ ഈ വേഷം കെട്ടി എൻ്റെ അടുത്തേക്ക് വന്നത് എന്തിനാണെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. ഞാനും സന്ധ്യയും തമ്മിൽ എന്താ സംസാരിച്ചതെന്നും സന്ധ്യ എന്തിനാണ് ധനുഷിനെ ജാമ്യത്തിലിറക്കുന്നതെന്നും ഇതൊക്കെ അറിയാൻ വേണ്ടിയല്ലേ. തുടർന്ന് അവന്തികയുടെ തലയിണെടുത്ത് താഴേക്കെറിഞ്ഞിട്ട് നന്ദൻ പറയുകയാണ്, അതെ, നിന്റെ സ്ഥാനം ഇന്നു മുതൽ അവിടെയാണ്. നീ അവിടെങ്ങാനും പോയി കിടന്നു. ഇത് കേൾക്കുന്ന അവന്തിക ആകെ നാണം കെട്ട് തലകുനിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.